ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഒരു റെസിപ്പിയും അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞാൻ കിച്ചണിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ സ്കൂൾ വിട്ട് വന്ന കുട്ടികൾക്ക് ഒരു ബിസ്ക്കറ്റും ചായയും മാത്രം കൊടുത്തിട്ടുള്ളായിരുന്നു. സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും തന്നെ ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ അതിനൊന്നും അന്ന് പറ്റിയില്ല. കുറച്ച് സമയം ഉറങ്ങിപ്പോയി. പിന്നെ എഴുന്നേറ്റപ്പോൾ ഉണ്ടാക്കാനൊക്കെ ഒരു മടി തോന്നി. അപ്പോൾ എന്തായാലും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചായകുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണിലും കുറച്ച് മതി ഉപ്പ്. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു 2-3 തവണ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു 2-3 തവണ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നത് കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ നല്ലതാണ്. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 3/4 കപ്പ് പഞ്ചസാര ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കുക. ഗ്രാമ്പു ചേർത്തിട്ട് പൊടിച്ചെടുക്കുമ്പോൾ നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ പഞ്ചസാരയൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും നമ്മളിവിടെ മാറ്റി വെക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് മിക്സിൻ്റെ വലിയ ജാർ എടുക്കാം. അതിലേക്ക് ഒരു 4 മുട്ടയാണ് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊരു 30 സെക്കൻഡ് ഹൈ ഫ്ലെയിമിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു അളവിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള മധുരമായിരിക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരിക്കലും വെളിച്ചെണ്ണ ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഏത് തരത്തിലുള്ള റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 10 സെക്കൻഡ് ലോ ഫ്ലെയിമിലൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ദാ ഞാനതും അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതും കൂടി ഇവിടെ മാറ്റി വെക്കുകയാണ്. ഇനി ഞാനൊരു 10 കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇടികല്ലിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. ബനാന കേക്ക് ആയതുകൊണ്ട് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ മൈദ ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള മൈദയിൽ നിന്ന് തന്നെയാണ് 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം. ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നമ്മളെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇത് എത്തിക്കോളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മൈദയിൽ ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുട്ട മിക്സ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ആദ്യം പകുതി ഭാഗം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത ശേഷം ബാക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്നിച്ച് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇതാ ഞാൻ മുഴുവനും മാവും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ കാഷ്യൂ നട്ടും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനിയിപ്പോൾ ബനാന കേക്കാണെന്ന് പറഞ്ഞു. ബനാന നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി അതിൻ്റെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ അതാണ് ഈ ഒരു കേക്കിന് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. കറുത്ത് തൊലിയൊക്കെ കറുത്ത് പോയ പഴം ഉണ്ടല്ലോ, അങ്ങനത്തെ പഴം നമുക്ക് വേറൊരു കാര്യത്തിനും പറ്റില്ല. അപ്പം അങ്ങനെയുള്ള പഴം എടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴമാണ്. ഒരുപാട് കറുത്ത് പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ 2 പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും അരിഞ്ഞിട്ട് മിക്സി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം.
ഞാനിപ്പോൾ ഇതാ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്പൂൺ കൊണ്ട് നല്ലപോലെ ഫുള്ളായിട്ട് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഓയിൽ അളന്നെടുത്തിട്ടുള്ള ആ ഒരു കപ്പിൽ തന്നെ ഉണ്ടാവും കേട്ടോ ഈ ഒരു പാത്രത്തിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാനുള്ള ഓയിൽ. എന്നിട്ട് നമ്മൾ മാവ് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാം കേട്ടോ. പിന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 10 മിനിറ്റ് ഈ ഒരു പാത്രം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് മുകളിലായിട്ട് ഒരു പാത്രം കൂടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് പെട്ടെന്നൊന്നും അടിഭാഗം കരിയാതിരിക്കാനാണ്. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ പാത്രം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്കൊരു 30-35 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് കിച്ചണിൽ ബാക്കി ഉണ്ടാവുന്ന പാത്രങ്ങളൊക്കെ നമുക്കൊന്ന് കഴുകി വെക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ജോലികൾക്കൊക്കെ എളുപ്പമാവും കേട്ടോ. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ജാറും അതുപോലെ കപ്പുകളും പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് കഴുകി വെക്കാം. കഴുകി തുടച്ചൊക്കെ എടുത്ത് വെക്കാനുള്ളതൊക്കെ അതിൻ്റെ സ്ഥാനത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കിച്ചണിൽ വന്നിട്ട് ജോലികൾ ചെയ്യുമ്പോൾ ഒരു മടി ഉണ്ടാവില്ല. മറിച്ച് ആ പാത്രങ്ങളൊക്കെ അവിടെ വെച്ച് ഒന്ന് മടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് ജോലി ചെയ്യാൻ വരുമ്പോൾ ഭയങ്കരമായിട്ട് മടിയായിരിക്കും കേട്ടോ. അപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഒന്ന് തുടച്ച് വെക്കുക. അതുപോലെ തുടച്ച് സൂക്ഷിച്ച് വെക്കാനുള്ള പാത്രങ്ങളൊക്കെ തുടച്ചിട്ട് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ അതിനൊക്കെ നമ്മൾ കിച്ചണിൽ തന്നെ ഒരു ടവൽ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. പിന്നെ കഴുകി ഉണക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഒന്ന് മടക്കി എടുത്ത് വെക്കുകയാണ്. അതൊക്കെ അതിൻ്റെ കൂടെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഭാരം തോന്നില്ല കേട്ടോ. കുറേ തുണികൾ കൂടിക്കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് മടക്കാനും എടുത്ത് വെക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ അന്നന്നത്തെ തുണികൾ അലക്കി കൊണ്ടുവന്നിട്ടുള്ളത് അന്നന്ന് തന്നെ മടക്കി വെക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ വളരെ നല്ലൊരു സഹായമാണ് കേട്ടോ. നമുക്കത് കുറേ ജോലി ഭാരം കുറഞ്ഞു കിട്ടും. അപ്പോൾ നമ്മുടെ തുണികളൊക്കെ എടുത്ത് മടക്കി വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ജോലിക്ക് പോവാം. നമ്മുടെ കേക്ക് അവിടെ ബേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഷാനുക്കുട്ടി എഴുതാനുള്ളതൊക്കെ ഇവിടെ ഇരുന്ന് എഴുതുകയാണ് കേട്ടോ. ഇരുന്നല്ല കിടന്നിട്ടാണ് എഴുതുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നനയ്ക്കാനുള്ളതൊക്കെ ഒന്ന് പോയിട്ട് നനയ്ക്കാണ്. വൈകുന്നേരം ആകുമ്പോൾ ചെടികളൊക്കെ നല്ല പോലെ ഉണങ്ങുന്നുണ്ട് കേട്ടോ. നല്ല വെയിലാണ് പകൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മണ്ണൊക്കെ നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാം ഒന്ന് നനച്ചിട്ട് വരാം. ഇനിയിപ്പോൾ അതാ ഞാൻ രാവിലത്തേക്കുള്ള അരി വെള്ളത്തിലിട്ടതാണ്. അരിയും ഉഴുന്നും വെള്ളത്തിലിട്ടതാണ് കേട്ടോ. അപ്പോൾ നല്ല പോലെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ ആ വെള്ളത്തോടെ തന്നെയാണ് അരച്ചെടുക്കുന്നത്. ദോശക്കായാലും ഇഡ്ഡലിക്കായാലും ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാവ് നന്നായിട്ട് പൊങ്ങിക്കിട്ടും. അതുമാത്രമല്ല നമുക്ക് സോഡാപ്പൊടി ഒന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് മാവ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഈ മാവ് കൊണ്ട് നമുക്കിത് ഇഡ്ഡലിക്ക് വേണമെങ്കിലോ ദോശക്ക് വേണമെങ്കിലോ ഒക്കെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ദോശക്ക് വേണ്ടിയിട്ടാണ് അരച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിവിടെ പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ ബാങ്ക് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മഗ്‌രിബിന്. അപ്പോൾ കുട്ടികൾ കളിക്കാൻ പോയതൊക്കെ കഴിഞ്ഞിട്ട് വേഗം തിരിച്ച് വന്നിട്ടുണ്ട്. ബാങ്കൊക്കെ കേട്ടിട്ട് ബാങ്ക് കേൾക്കണത് വരെ അവരകത്ത് കയറില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് വെച്ചിട്ട് 30 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിടയ്ക്ക് 30 മിനിറ്റ് ആയപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ കേട്ടോ. ഈ അടപ്പ് നമ്മൾ തിരിച്ചിട്ടായിരുന്നു വെച്ച് കൊടുക്കേണ്ടത്. കേക്ക് പൊങ്ങി വന്നപ്പോൾ പാത്രത്തിലായിപ്പോയി. അപ്പോൾ അതിൻ്റെ സെൻറ്റർ വേവാതെ വന്നപ്പോൾ ഒരു 10 മിനിറ്റ് കൂടി എക്സ്ട്രാ വെക്കേണ്ടി വന്നു കേട്ടോ. ഇപ്പോൾ നല്ല പോലെ വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാനത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്ത് കാണിക്കാം.
കേക്ക് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അടപ്പിലേക്ക് അത് വന്നത് കേട്ടോ. അപ്പോൾ നല്ലപോലെ കുക്കായിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ കേക്കൊക്കെ ഇവിടെ ഇരുന്നിട്ട് തണുക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നിസ്കരിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് കുട്ടികളെയൊക്കെ ഖുർആൻ ഓതാനൊക്കെ നിർബന്ധിക്കുക. കാരണം അവർക്ക് അതൊരു ശീലമായിട്ട് വരണം. അപ്പോൾ ഈ സമയത്ത് മക്കളൊക്കെ ഇരുന്ന് ഖുർആൻ ഓതുകയാണ് കേട്ടോ. നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ ഓതാനൊക്കെ അവരെ ശീലിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇതാ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കിച്ചണിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ കേക്ക് നമുക്കിനി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ അടിഭാഗം നല്ല കളറായിട്ടുണ്ട്. ഒന്നാമത് നേന്ത്രപ്പഴം കേക്ക് ആയതുകൊണ്ടും പിന്നെ കുറച്ചധികം സമയം നമ്മൾ വെക്കുകയും ചെയ്തല്ലോ, അതുകൊണ്ടാണ് ഈ ഒരു കളറ് വന്നത്. പക്ഷേ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും കൂടി ചായയും കേക്കൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ മദ്രസയിൽ പരീക്ഷയൊക്കെയാണ്. അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ കുറച്ച് വിശപ്പൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് ചായ കൊടുക്കണത്. അല്ലാതെ ഈ സമയത്ത് പതിവായിട്ട് ചായ ഒന്നും കുടിക്കലില്ല കേട്ടോ. അപ്പോൾ ഇന്ന് അതാണ് ഇങ്ങനെ ചായ കുടിക്കാൻ കാരണം. പിന്നെ സ്കൂൾ വിട്ട് വന്നിട്ട് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുമില്ല, അതുകൊണ്ടാണ് ഈ ഒരു സമയത്തൊരു ചായ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ചായ കുടിക്കലാണ്. അപ്പോൾ മിക്സി മാത്രം വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കേക്കാണ് കേട്ടോ അത്. ഓവനും ബീറ്ററും ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവാതെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ പഠിക്കാനിരിക്കുക, അതുപോലെ ഇശാ നിസ്കാരം അതൊക്കെയായിരുന്നു കേട്ടോ. പിന്നെ കാര്യമായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. എല്ലാവർക്കും ആ സമയത്ത് ചായ കുടിച്ചതുകൊണ്ടാവും പിന്നെ വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ജ്യൂസ് മതി എന്ന് പറഞ്ഞിട്ട് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ കിടന്നത് കേട്ടോ. പിന്നെ ഞാൻ കിച്ചണൊക്കെ വേഗം ക്ലീൻ ആക്കിയിട്ടു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും അതുപോലെ തന്നെ കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാഹ്.